താടോ, ഞാനൊന്ന് ഓടി രക്ഷപ്പെടട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന? ആരെ പറ്റിക്കാനുള്ള പുറപ്പാടണ്ട. മാഡം അങ്ങോട്ട് നോക്കി. എലി 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 ദേ അവിടെ എലിയുണ്ട് എലിയുണ്ട്. അതെന്നെ അറ്റാക്ക് ചെയ്തു. നീ എന്തൊരു കാണാരനടാ. പോലീസ് ആരെങ്കിലും എലിയെ കണ്ട് പേടിക്കുക. നിന്റെ ഒരു കാര്യേ വന്നേ എല്ലാരും സ്റ്റാളിലേക്ക് പോയി. ആ തീറ്റ കണാരനെല്ലാം തിന്നിട്ട് പോയെന്ന് തോന്നണട്ടാ. ആ എവിടെ പോയി എന്റെ എല്ലാം? അയ്യോ ഇതെന്തൊരു കഷ്ട. എന്റെ ഭക്ഷണം ആരാണ് എടുത്ത് കഴിച്ചത്? ഇനി എന്ത് ചെയ്യും അനന്തരവാ? ഭക്ഷണം കഴിച്ചിട്ട് അവൻ മുങ്ങിക്കളഞ്ഞല്ലോ. ഒരു കുഴപ്പമില്ല, എന്റെ കയ്യിലൊരു പ്ലാൻ കൂടെ ഉണ്ട്. ബഹദൂർ സാർ ഒരു അനൗൺസ്മെന്റ് നടത്ത്. ഗോജങ്കിൾ ആ സ്പെഷ്യൽ ഫുഡ് സ്പ്രേ ഇതിൽ അടിക്ക്. അപ്പൊ അതിൽ നിന്നും ഭക്ഷണത്തിന്റെ നല്ല മണം വരും. അപ്പ തീറ്റക്കള്ളൻ എന്തായാലും വരും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയ ഭക്ഷണം നടുവിലൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. അതിന്മേൽ കൊണ്ടുവന്ന് വെക്കൂ. പറഞ്ഞത് മനസ്സിലായോ? അവിടെ വെച്ചാൽ ജഡ്ജ് അവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സമ്മാനം തരും. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതെന്തുട്ട് പണിയാ നീ കാണിച്ചത്? എന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാന്ന് കരുതിയാ? തീറ്റക്കള്ള, ഇനി മര്യാദക്ക് കീഴടങ്ങുന്നതാ നിനക്ക് നല്ലത്. ഞാനാണ് തീറ്റക്കള്ളൻ. എനിക്ക് വയറ് നിറയ്ക്കണം. തീറ്റക്കള്ളൻ ഇത് എന്തായി ചെയ്യുന്നത്? ആളുകളെ ഇങ്ങനെ വെറുതെ ഉപദ്രവിക്കരുത്, കേട്ടില്ലേ? എന്റെ അമ്മച്ചിയെ! എന്തുട്ടാ നിങ്ങളെ കാണിക്കണത്? റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പോലും അറിയില്ല. കിറ്റിയെ കിട്ടിപ്പോയി. അങ്ങോട്ടേക്ക് ഓടിയത്. വരൂ, പുറകെ പോവാം. സിഗ്നൽ ഇപ്പൊ കിട്ടുന്നില്ല. ആ മെഷീൻ എന്തെങ്കിലും കുഴപ്പം പറ്റി കാണും. ഇപ്പൊ സിഗ്നൽ കിട്ടുന്നില്ല. അത് മാത്രമല്ല, രാവിലെ തൊട്ട് പൂച്ചയെ കിട്ടാനില്ല. എന്ത് കഷ്ടമാണോ നോക്കിയേ. അയ്യോ എന്റെ പൂച്ചേ, ഇനി ഞാൻ അതിനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കൂ? ഒരു വഴിയുണ്ട്. ഇനി നമ്മള് കിട്ടിയുടെ പുറകെ ഓടില്ല, അത് നമ്മുടെ അടുത്തേക്ക് വരും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടോണ്ടിരുന്നാൽ എങ്ങനാ? എല്ലാം കൂടി അങ്ങോട്ട് ഇട്. ഇതിന്റെ മണം കിട്ടുമ്പോ എന്റെ പൂച്ചയ്ക്ക് പിടികിട്ടും ഞാൻ എവിടെയാന്ന്. അത് മണത്ത് മണത്ത് ഇങ്ങ് വന്നോളും. പിന്നെ ഞാൻ അതിനെ എങ്ങോട്ടും വിടില്ല. പൂച്ചയ്ക്ക് ഒരു മീനൊക്കെ ധാരാളമാ. കാശ് മരത്തിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പൂച്ചകൾക്ക് മണം പിടിക്കാൻ ഭയങ്കര കഴിവാ. മനുഷ്യർക്ക് ഈ മണം കിട്ടിയില്ലെങ്കിലും കിറ്റിക്ക് എന്തായാലും കിട്ടും. എനിക്ക് തോന്നുന്നത് ഈ മീനിന്റെ മണം അടിച്ച ഇവരുടെ പൂച്ചയ്ക്ക് പകരം നാട്ടിലുള്ള പൂച്ചകളൊക്കെ വരുമെന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിന് പോലീസ് മാഡം ഉണ്ടല്ലോ, പേടിക്കണ്ട.
വന്നാ പോലീസ് നമ്മളെ പിടിക്കും. പോവണ്ട. ഏയ് കണ്ടില്ലേ, ഇതാ നിങ്ങളുടെ CD ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോ. മാമ ഒന്ന് നിർത്ത്. മുന്നിൽ കൊക്കിയാ. മാമ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അനന്തരവ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഇതൊക്കെ എന്താ? ആ കള്ളന് ഇതെവിടെ പോയി? അല്ല, നിങ്ങളെല്ലാവരും ഇവിടെ എന്തെടുക്കുവാ? തോക്കുവന്ന് പേടിച്ച് ഓടി വന്നതാണോ? 15 മിനിറ്റ് കഴിഞ്ഞു. മത്സരം ഇപ്പൊ തന്നെ അവിടെ തുടങ്ങുന്നതായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഒരു കാട്ടിൽ ഒരു രാജാവ് ഉണ്ടാവൂന്ന്. അപ്പൊ കേട്ടില്ല. അല്ലെങ്കിലും ഞാനാണ് എല്ലാ മത്സരത്തിലും വിജയിക്കുന്നത്. അതിപ്പോ നേരോടെയാണെങ്കിലും ഉടായ്പോടെയാണെങ്കിലും. ചെഡാങ്കിൾ, ഇതിന്റെ എല്ലാം പിന്നിൽ അങ്കിള് തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങളാ ഇതെല്ലാം ചെയ്തേ. പക്ഷേ ഈ മത്സരം ഞങ്ങൾ എന്തായാലും ജയിക്കും. അതിപ്പോ എന്തെയ്തിട്ടാണെങ്കിലും. വരൂ മാമ. സോറി അനന്തരവ, എനിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ. പിന്നെ എങ്ങനെയാ ഡാൻസ് ചെയ്യാ? സോറി ബല്ല സാറേ. ഞാനെന്നാ പോട്ടെ, ജയിച്ചിട്ട് ട്രോഫി ആയിട്ട് വരാം. ഇയാളൊരു വൃത്തികെട്ട മനുഷ്യനാ. ജയിക്കാൻ വേണ്ടി എന്ത് തോന്നിയ അവസരം കാണിക്കാൻ ഇങ്ങനൊരു മടിയുമില്ല. ഓ, ഇയാൾക്കുള്ള മറുപടി ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കും. അയാള് കള്ളത്തരം കളിച്ച് ജയിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കോജി അങ്കിളിന്റെ സഹായം ചോദിച്ച് അയാൾക്ക് നല്ല മറുപടി കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഫൈനൽ റൗണ്ടിന് വേണ്ടി റെഡി ആയിക്കൊള്ളൂ. കോജി അങ്കിൾ, മാമന്റെ ശരീരത്തിലോട്ട് എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്. അത് വെച്ച മാമന് നടക്കാൻ പറ്റണം. എന്നിട്ട് ഡാൻസ് ചെയ്യണം. എന്റെ ചിന്തകളെയും അനന്തരവന്റെ കഴിവിനെയും തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. എടാ കൈ പൊക്കടാ പൊട്ടൻ കണാരന്മാരെ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷയില്ല. ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ പുതിയൊരു സ്റ്റൈൽ അല്ലയോ? എടാ പൊട്ടൻ കണാരന്മാരെ, എന്തുന്നായി ചെയ്തത്? എന്നെ ഇതിനകത്തുനിന്ന് പുറത്തെടുക്ക്. വരുന്നു മാഡം. എടാ പുറത്തെടുക്കടാ. ഈ അമ്മ അവനിവിടെ കിടന്നുറങ്ങിപ്പോയോ? അങ്കിൾ, മോനെ അനന്തരവ, ആ ടെങ്കാ ടോൾക്കി എവിടെയാടാ ഉള്ളത്? ഇന്ന് അവന്മാരുടെ പരിപ്പ് ഞാൻ അടിച്ചളക്കും. അയ്യോ, എടാ അനന്തരവാ, നിന്റെ പണിയൊന്നും ഏറ്റില്ലല്ലോടാ. പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ദേ വരുന്നതേ ഉള്ളൂ. നോക്ക്. മാമ എഴുന്നേക്ക്. മാമ, എനിക്കൊന്നും പറ്റി അമ്മേ.
ആ CD മര്യാദക്ക് എന്റെ കയ്യിൽ തരുന്നതാ നിനക്ക് നല്ലത്. മാമ വേഗം എഴുന്നേക്ക്. അതുവരെ ഞാനിവരെ പറ്റിക്കാം. എടാ കണാര ബഹദൂറെ, പ്രശ്നം വന്നപ്പോ നീ എന്നെ കൈയൊഴിയാ. ഏ, ഏ, ഏ.